Hi friends, welcome back to Menu's Taste of Home. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ ബർഗർ ആണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം വെജിറ്റബിൾ പാറ്റീസ് തയ്യാറാക്കണം. അതിനായിട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ കുറച്ച് ഗ്രീൻ പീസും അതുപോലെ ക്യാരറ്റും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പൊട്ടറ്റോ പുഴുങ്ങിയതും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നമ്മളുടെ ഇഷ്ടാനുസരണം യൂസ് ചെയ്യാം. പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാനിവിടെ ഒലിവ് ഓയിൽ ആണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഓയിൽ ഇപ്പോൾ ചൂടായി. നമുക്കിനി ഇതിലേക്ക് 2 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടുള്ളത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിനായിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. പാറ്റിയിലേക്ക് ചേർക്കുന്ന സ്പൈസസ് എല്ലാം നമ്മളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചേർത്തിരിക്കുന്ന പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി വെജിറ്റബിൾസിന് വേണ്ടി പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഈ ക്യാരറ്റും ഗ്രീൻ പീസും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ വെജിറ്റബിൾസിന്റെ കളർ എല്ലാം ചേഞ്ച് ആവും. ഇനി ഒരു 3 മിനിറ്റും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പുഴുങ്ങിയിട്ടുള്ള പൊട്ടറ്റോ ചേർക്കാം. ഇതെന്റെ ഗാർഡനിലുള്ള പൊട്ടറ്റോസ് ആണ്. അപ്പോൾ ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിനോടൊപ്പം 1/4 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ ചേർക്കാം. 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ടൈമിൽ പാകത്തിന് ഉപ്പും എരിവും ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ചേർക്കാം. പൊട്ടറ്റോയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഇതിനും കൂടെ വേണ്ട കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ നമുക്ക് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ എല്ലാം നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയ മല്ലിയില ചേർക്കാം. മല്ലിയില നന്നായിട്ട് കഴുകി ഇതുപോലെ തണ്ട് കളഞ്ഞ് ഇങ്ങനെ ഒരു ടിന്നിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. മല്ലിയില എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെജി പാറ്റയ്ക്ക് വേണ്ടിയുള്ള മിക്സ് ഇവിടെ റെഡിയാണ്. ഇനി ഇത് കംപ്ലീറ്റ്ലി കൂളാവാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ പാറ്റീസിന് വേണ്ട മിക്സ് നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഒരു ബൈൻഡിങ് കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ടൊന്ന് ഉടച്ച് ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് 3 പാറ്റീസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ആ എടുക്കുന്ന ബർഗറിന്റെ വലിപ്പത്തിലായിരിക്കണം പാറ്റി പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ ചെറുതായിട്ട് റോൾ ചെയ്ത് പാറ്റീസ് ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ ആദ്യത്തെ വെജിറ്റബിൾ പാറ്റി റെഡിയാണ്. ഇതുപോലെ ബാക്കിയുള്ള 2ഉം നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾ പാറ്റീസ് എല്ലാം റെഡിയാണ്. ഇനി ഇതിന് വേണ്ട കോട്ടിങ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കോട്ടിങ്ങിനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കാം.
അതിനോടൊപ്പം 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കാം. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചോളത്തിൻ്റെ റവ ചേർക്കാം. അത് ഈ പാറ്റീസിന് നല്ലൊരു ക്രിസ്പിനെസ് തരും. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമെങ്കിൽ മാത്രം ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം. ഉപ്പും കുരുമുളക് പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നീക്കി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ചേർക്കാം. 1 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ് ചേർക്കാം. ഇത് ആ ഒരു പാറ്റീസിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. വീണ്ടും 1 നുള്ളു ഉപ്പ്, അതുപോലെ 1 നുള്ളു കുരുമുളക്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കോൺഫ്ലേക്സ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിടാം. ഈ ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 സ്ലൈസ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിരുന്നാലും മതി. ഇപ്പോൾ വെജി ബർഗർ ആയതുകൊണ്ടാണ് നമ്മൾ മൈദ വെച്ചിട്ട് ഒരു ബാറ്റർ ഇവിടെ തയ്യാറാക്കി ഇരിക്കുന്നത്. ഇനി ഓരോ ബർഗർ പാറ്റീസും നമുക്ക് ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്ത് ബാക്കിയുള്ള പാറ്റീസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ 3 പാറ്റീസും റെഡിയാണ്. നമുക്കിനി ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ പാറ്റീസും ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒലിവ് ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ റെഗുലർലി ഫ്രൈയിങ്ങിന് യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പാറ്റീസ് ഫ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് ഈ ബർഗർ ബണ്ണ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു നൈഫ് എടുത്തിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് 2 പാർട്ടാക്കാം. ഇതുപോലെ 2 പോർഷനായിട്ട് ബാക്കിയുള്ള എല്ലാ ബർഗർ ബൺസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ബർഗറിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്, അതുപോലെ അണിയൻസ്, പിന്നെ കുക്കുംബർ. ഇതെല്ലാം വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് എല്ലാം നമ്മളുടെ ഇഷ്ടാനുസരണം എടുക്കാം. പാറ്റീസ് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മറുവശവും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. വെജിറ്റബിൾ പാറ്റീസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ ക്രിസ്പിയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് വെജിറ്റബിൾ ബർഗർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബട്ടർ സ്പ്രെഡോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ബർഗർ ബണ്ണിന്റെ ഉള്ളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ടോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബണ്ണ് നന്നായിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയും ടോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി വെജി ബർഗർ നമുക്ക് എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ബർഗറിൻ്റെ ആ ഒരു 2 പീസിലും മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ സ്ലൈസ് ചെയ്തിട്ടുള്ള സ്വീറ്റ് ക്യാബേജോ അല്ലെങ്കിൽ ലെറ്റസോ വെക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് വെക്കുന്നത്. ആദ്യം അണിയൻസ് വെക്കാം, ടൊമാറ്റോസ് വെക്കാം, ഇനി ക്യുക്കുംബർ വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെജിറ്റബിൾ പാറ്റി വെച്ച് കൊടുക്കാം. ഇനി ചീസിൻ്റെ ലെയർ വെക്കാം. ഈ ബർഗർ പാറ്റിയുടെ ചൂട് കൊണ്ട് ഈ ചീസ് മെൽറ്റായിട്ട് കിട്ടും. ഇതുപോലെ കുരുമുളക് പൊടിയും നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ബർഗറിന്റെ ഏറ്റവും ടോപ്പ് പാർട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജി ബർഗർ ഇവിടെ റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബർഗറും ചെയ്തെടുക്കാം. സെർവിംഗ് ബോർഡിലേക്ക് പകർത്താം. ബർഗറിന്റെ സൈഡായിട്ട് ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ഓറഞ്ച് ജ്യൂസും ആണ് സെർവ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ബർഗർ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.